കൊറോണയുടെ സമയത്ത് ഒരു വീട്ടിൽ കുറച്ചു കാലം ഒരു പേയിങ് ഗസ്റ്റ് ആയിട്ട് നിൽക്കേണ്ടി വന്നിരുന്നു. ആ സമയത്ത് ആ വീട്ടിലൊന്നും പ്രശ്നമാണ്. ഞാൻ കരുതിയത് മകൻ കാരണത്താലായിരിക്കും അത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം മകൻ അത്രയും മോശപ്പെട്ട വാക്കുകളാണ് ഉപയോഗിക്കുക, മാതാവ് പറയുന്നതൊന്നും കേൾക്കുകയുമില്ല, വളരെ മോശപ്പെട്ട രൂപത്തിലാണ് പെരുമാറുന്നത്. ഒരു മാസം ഞാൻ ആ വീട്ടിൽ നിൽക്കേണ്ടി വന്നു. ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് പ്രശ്നം മുഴുവനും മാതാവിൻ്റെ അടുക്കലാണ് എന്ന്. കാരണം ആ സ്ത്രീയുടെ മാതാവും ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. ആ മാതാവിനോട് ഈ സ്ത്രീ വളരെ മോശപ്പെട്ട രൂപത്തിലാണ് പെരുമാറുന്നത്. സ്വാഭാവികമായിട്ടും ഈ മകൻ അതാണ് കാണുന്നത്, അത് തന്നെയാണ് അനുവർത്തിക്കുന്നത്. ഞാൻ ആ സ്ത്രീയോട് ചോദിക്കുകയും ചെയ്തു, മകൻ വലുതായാൽ നിങ്ങൾ അവൻ നോക്കുമോ എന്ന്. ആ സ്ത്രീ തുറന്നു പറഞ്ഞു, ഒരു പ്രതീക്ഷയുമില്ല എന്ന്. സത്യത്തിൽ ഈ രൂപത്തിൽ പെരുമാറുന്നതും ഇങ്ങനെയെല്ലാം സമീപിക്കുന്നതുമെല്ലാം ഈ സ്ത്രീ തന്നെയാണെന്നുള്ളത് ആ സ്ത്രീ മനസ്സിലാക്കുന്നില്ല. എനിക്കത് അവിടെ വെച്ച് തുറന്ന് പറയാനും പറ്റിയില്ല. ഞാനിതിവിടെ പറയാൻ കാരണം പല സ്ഥലത്തും സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കാറുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഓർമ്മപ്പെടുത്താറുള്ളത് മാതാപിതാക്കളുടെ കടമകളും കടപ്പാടുകളൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തണമെന്നാണ് പറയാറുള്ളത്. പക്ഷേ ഞാൻ പറയുന്നത് അതുകൊണ്ട് മാത്രം മക്കളുടെ സ്വഭാവം സമീപനം മാറുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. രക്ഷിതാക്കൾക്കും കൂടി ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവം മറ്റും ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് കിട്ടേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ മക്കളുടെ സ്വഭാവം മറ്റുള്ളതൊക്കെ മാറുള്ളൂ. അല്ലാതെ എപ്പോഴും മക്കളെ മാത്രം ഉപദേശിക്കുക, മക്കളെ മാത്രം നന്നാക്കാൻ നോക്കിയാൽ കാര്യം നടക്കില്ല. രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്നും കിട്ടാനുള്ളതും അവരുടെ നല്ല സമീപനം കിട്ടുമ്പോൾ മാത്രമാണ് മക്കളിൽ ആ മാറ്റം കാണുക.